ആയിരുന്നു ചരിത്രം. ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ CPIM എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്? അത് EMS മുതൽ നായനാർ വരെ ഒരു ഘട്ടത്തിലും ഞങ്ങൾക്കൊരു ഇടർച്ചയും ഉണ്ടായിട്ടില്ല. LDF എന്ന നിലയിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചതിന് ശേഷം LDF എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? കേരളത്തിലെ കോൺഗ്രസ് ഈ പ്രശ്നങ്ങളിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ഇതാണ് ചരിത്രം ഞാൻ വിശദീകരിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ഉയർത്തിയിട്ടുള്ള എല്ലാ വിഷയങ്ങളോടുമുള്ള ചരിത്രത്തിൻ്റെ പിൻബലമുള്ള മറുപടിയാണ്. ചരിത്രരേഖയിലുണ്ട്. എപ്പോഴും യോജിക്കാവുന്ന അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ ഉദ്ദേശിച്ചു. അല്ല, അവർക്ക് എന്ത് വേണമെങ്കിലും രാഷ്ട്രീയ ആയുധമാക്കാൻ. ഞാൻ പറഞ്ഞത് ചരിത്രമാണ്. ആ ചരിത്രത്തെ നിങ്ങൾക്ക് ഖണ്ഡിക്കാനാവില്ല, കാരണം അത് യാഥാർത്ഥ്യമാണ്. ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിലെല്ലാം ഞങ്ങൾ എന്തു പറഞ്ഞു അതാണ് നോക്കേണ്ടത്. ഞങ്ങൾ എന്തു പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കാൻ ഒരു പഴുതിട്ടിട്ട് പോലുമല്ല. അത് EMS മുതൽ നായനാർ വരെ ഇപ്പോഴത്തെ നേതാക്കന്മാരും. എന്നാൽ കേരളത്തിന് പുറത്ത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിലേക്കിപ്പോൾ നമുക്ക് വിശദമായി പോകണ്ടെന്ന് എഴുതിയിട്ടാണ്. കേരളത്തിൽ 1960 ജനസംഘം ആദ്യം മത്സരിക്കാൻ തീരുമാനിച്ച ഘട്ടം മുതലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം 91 തെരഞ്ഞെടുപ്പിൽ 46 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ രഹസ്യമായും 91 തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റും നിയമസഭയും ഒരുമിച്ചായിരുന്നല്ലോ. വടകര പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലും ബേപ്പൂരിലും പരസ്യമായും ബാക്കിയുള്ളിടത്ത് രഹസ്യമായും നടത്തിയ ബന്ധത്തെ സംബന്ധിച്ചാണ്, കോൺഗ്രസ് RSS ബന്ധത്തെ സംബന്ധിച്ചാണ് പാഴായിപ്പോയ പരീക്ഷണം എന്ന അധ്യായത്തിൽ KG മാരാർ വിശദീകരിക്കുന്നത്. അപ്പോൾ അത് പിന്നെ അന്ന് ചുമതല വഹിച്ചിരുന്ന ഒരാളുടെ ഏറ്റുപറച്ചിലോ അല്ലെങ്കിൽ എന്തോ ആവട്ടെ. ഞാൻ സൂചിപ്പിച്ചത് ബാക്കി കാര്യങ്ങളെല്ലാം കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ രഹസ്യബന്ധത്തെക്കുറിച്ചുള്ള ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയെ കൂടെയുള്ളവരും എതിർത്തവരും തള്ളിപ്പറഞ്ഞാൽ അത് മറ്റൊരു കാര്യമാണ്. എന്നാൽ 60 തെരഞ്ഞെടുപ്പ്, പട്ടാമ്പിയിലെ സ്ഥാനാർത്ഥിയുടെ പിൻവലിക്കൽ, 77 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം RSS പിടിമുറുക്കുന്നു എന്ന ആരോപണം വന്ന പശ്ചാത്തലം, പിന്നെ നടന്ന 4 ഉപതെരഞ്ഞെടുപ്പുകൾ, അതിലെ EMSൻ്റെ ചരിത്രപ്രസിദ്ധമായ പ്രസ്താവന, അതിനെ തുടർന്ന് ആ നിലപാട് എല്ലായ്പ്പോഴും ഉയർത്തിപ്പിടിച്ച ഇടതുപക്ഷം, അതിനെ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ നായനാർ പറഞ്ഞ അതിനെ അരക്കെട്ടുറപ്പിക്കുന്ന പ്രസ്താവന, ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ചരിത്രവിരുദ്ധമായ ആരോപണങ്ങളെ നമുക്ക് തള്ളിക്കളയാനേ പറ്റൂ. ഇത് RSS സംബന്ധിച്ച് ഈ തരത്തിലുള്ള എന്തെങ്കിലും ഒരു വ്യാഖ്യാനത്തിന് ഒരു പഴുതും ചരിത്രം നമുക്ക് നൽകുന്നില്ല. മാഷ് പറഞ്ഞത് വർഗീയവാദികളായ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്, അത് സത്യമാണ്. അതിപ്പോൾ വിവാദമാക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അല്ല, ചരിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചു. ചരിത്രത്തിനൊരു മുഖമേ ഉള്ളൂ, അത് സത്യത്തിൻ്റെ മുഖമാണ്. അതിൽ ഒരു അവ്യക്തതയും ആർക്കുമില്ല. മാഷ് നിങ്ങളുടെ ചോദ്യത്തോട് എങ്ങനെ പ്രതികരിച്ചു എന്ന് എനിക്ക് പറയാനാവില്ല. മാഷ് ഇപ്പോൾ ആലങ്കാരികമായി എന്തെങ്കിലും പറഞ്ഞോ, നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ദുഷ്ടലാക്ക് മനസ്സിലാക്കി തിരിച്ചു പറഞ്ഞോ, അത് ആ ഇൻ്റർവ്യൂ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ. അത് കണ്ടതിന് ശേഷമാണെങ്കിൽ ഞാൻ അതിനോടും പ്രതികരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് കാര്യത്തിൽ എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാഷോട് തന്നെ വീണ്ടും ആ കാര്യം ആവശ്യപ്പെടുകയും അദ്ദേഹം നിങ്ങളോട് വിശദീകരിക്കുകയും ചെയ്യും. ഇതൊക്കെ സാധാരണഗതിയിലുള്ള കാര്യങ്ങളല്ലേ. ചരിത്രം നമ്മുടെ മുമ്പിൽ ചരിത്രമായിട്ട് നിൽക്കുകയല്ലേ. ആ കാര്യത്തിൽ ഒരു അവ്യക്തതയ്ക്കും ഒരു അടിസ്ഥാനവും ആർക്കുമില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി, ഇപ്പോൾ UDFന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ ഇപ്പോൾ കാണുന്നത് ഈ RSSന്റെ വോട്ടിന് വേണ്ടി മാഷ് ബോധപൂർവ്വം പറഞ്ഞു എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അല്ല, അതിൽ അങ്ങനെ RSSന്റെ വോട്ടിന് വേണ്ടി പറയുന്നവരല്ല എന്നാണല്ലോ ഞാൻ ഈ ചരിത്രം പറഞ്ഞത്. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാലും അവർ വോട്ട് ചെയ്താൽ എന്ത് ചെയ്യും എന്നാണ് നായനാരോട് ചോദിച്ചത്. അതിനാണ് നായനാർ മറുപടി പറഞ്ഞ് ഞാൻ നിങ്ങളോട് വിശദീകരിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മീഡിയ ഹൗണ്ടിൽ പ്രത്യേക താല്പര്യം ഉണ്ടാവും, നിങ്ങൾ പ്രകടിപ്പിച്ചോ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വന്ന ആദ്യ ഘട്ടത്തിൽ ഞാനത് വിശദമായി നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വർഗീയവാദിയെ, അതിൽ നിറവൊന്നും പ്രശ്നമില്ല, ആ വർഗീയവാദിയുടെ വോട്ടിന് വേണ്ടി അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്നവരല്ല ഞങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്. പാലക്കാട്ട് മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥി പറഞ്ഞ് ബിസ്ക്കറ്റിന് വായിലേക്ക് ബിസ്ക്കറ്റ് അങ്ങ് വെച്ചു അല്ലേ, അതെല്ലാവരും കണ്ടതല്ലേ. ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണ്ട. അത് തെരഞ്ഞെടുപ്പായാലും യുദ്ധമായാലും എന്തായാലും ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. അത് മതനിരപേക്ഷ നിലപാടാണ്. അത് വർഗീയ ശക്തികളുമായി നീക്കുപോക്കുണ്ടാകുന്ന നിലപാടല്ല. അതിൽ ഞങ്ങൾക്ക് വോട്ടോ ജയപരാജയങ്ങളോ പ്രശ്നവുമല്ല. തെളിമയാർന്ന മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചാണ് എല്ലാ കാലത്തും ഇടതുപക്ഷം മുൻപോട്ട് പോവുക. അങ്ങനെ അല്ലാതായാൽ പിന്നെ ഇടതുപക്ഷം അല്ലാതായിട്ട് മാറും. അപ്പോൾ അങ്ങനെയൊന്നും ഞങ്ങളുടെ മതനിരപേക്ഷ മൂല്യത്തെയോ വർഗീയ വിരുദ്ധ നിലപാടിനെയൊന്നും ആർക്കും ചോദ്യം ചെയ്യാനാവില്ല ചരിത്രത്തിൽ.